Hi guys, Assalamualaikum. This is Bichu Fahima here. Welcome back to my channel. ഇന്ന് ഞാൻ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് യൂസ് ചെയ്ത് പ്രഷർ കുക്കറിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്കവാറും എല്ലാ വീട്ടിലും അവൈലബിൾ ആയിരിക്കും നുറുക്ക് ഗോതമ്പ്. കാരണം റീസെൻ്റ് ആയിട്ട് കേരള സർക്കാരിൻ്റെ റേഷൻ കിറ്റിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നുറുക്ക് ഗോതമ്പ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നുറുക്ക് ഗോതമ്പ് അത്രയും നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് 2 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അഥവാ സോക്ക് ചെയ്യാൻ ടൈമില്ലെങ്കിൽ 10 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് 5 കപ്പ് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഗോതമ്പ് ഒന്ന് കുക്കാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട ജാഗരി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ജാഗരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ജാഗരി കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പായസത്തിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ എടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു തേങ്ങ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 2.25 കപ്പ് തേങ്ങ ഉണ്ട്. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാവർക്കും അറിയുന്ന പോലെ 3 ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. 1-ാം പാല് ആദ്യം തന്നെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. 2-ാം പാലിലേക്കും 3/4 കപ്പ് വെള്ളം ഒഴിച്ച് പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 3-ാം പാലുമാണ് എടുക്കേണ്ടത്. 1-ാം പാൽ എടുക്കുമ്പോൾ വെള്ളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താൽ നല്ല കട്ടിയുള്ള പാല് കിട്ടും. അപ്പോഴത്തേക്ക് ഗോതമ്പ് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ജാഗരി ഒഴിച്ചു കൊടുക്കാം. ജാഗരി ഒഴിച്ചാൽ ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. ജാഗരിയും ഗോതമ്പും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും. കണ്ടില്ലേ, ഈ ഒരു കളർ ആകുന്നവരെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3-ാം പാലും 2-ാം പാലും ഒഴിച്ചൊന്ന് മിക്സ് ആയാൽ കൂടുതലായിട്ട് സ്വീറ്റ്നെസ് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. ആ ഒരു തേങ്ങാപ്പാൽ മിക്സ് ആയിട്ടൊന്ന് തിക്കായി വരണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് നല്ല കട്ടിയുള്ളതായതുകൊണ്ടാണ് ഒഴിച്ചപ്പോൾ നല്ലൊരു മിൽക്ക് മെയ്ഡ് ടെക്സ്ചർ കിട്ടിയത്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് പെട്ടെന്ന് പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസും ചെറുതായിട്ട് കട്ട് ചെയ്ത് തേങ്ങാക്കൊത്തും ഒന്ന് ഗീയിൽ സോട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കിടിലും ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കീപ്പ് വാച്ചിങ്. താങ്ക് യു.